വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ മുതലമട പഞ്ചായത്ത് LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. പ്രസിഡന്റ് പി കൽപ്പനാദേവി, വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് അവിശ്വാസത്തിന് നേരത്തെ നോട്ടീസ് നൽകിയത്. 8 CPM അംഗങ്ങൾക്ക് പുറമെ 3 കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. LDF അംഗങ്ങളായ S. അബ്ദുൾ റഹ്മാൻ, K. ബേബിസുധ, R. അലൈരാജ്, K. ഷെൽവി, S. ഖദീജ, ഷംസത്ത് ബീഗം, നാരായണൻ, സത്യഭാമ എന്നിവരാണ് നോട്ടീസ് നൽകിയത്. 20 വാർഡുള്ള പഞ്ചായത്തിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 9 അംഗങ്ങളുണ്ടായിരുന്ന LDF-നായിരുന്നു ഭരണം. 17-ാം വാർഡിൽ നിന്നുള്ള അംഗം CPM-ലെ NY അബ്ദുൾ റഹ്മാൻ രാജിവെച്ചതിനെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് K. ബേബിസുധ, വൈസ് പ്രസിഡന്റ് R. അലൈരാജ് എന്നിവർക്കെതിരെ വന്ന അവിശ്വാസ പ്രമേയം 2023 ഫെബ്രുവരി 4-ന് ചർച്ചയ്ക്കെടുക്കുകയും 8-നെതിരെ 11 വോട്ടുകൾക്ക് പാസ്സാവുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കൽപ്പനാദേവിയെ പ്രസിഡന്റായും എം താജുദ്ദീൻ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്വതന്ത്രരായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച കൽപ്പനാദേവിയും താജുദ്ദീനെയും കോൺഗ്രസിന്റെ 6 അംഗങ്ങളും BJP-യുടെ 3 അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു. ഇതിനുശേഷം നടന്ന 17-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രൻ B. മണികണ്ഠൻ വിജയിച്ചതോടെ ഭരണസമിതിക്ക് 12 പേരുടെ പിന്തുണയായി. എന്നാൽ ഭരണം മുന്നോട്ടു പോകവേ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും UDF അംഗങ്ങൾക്കുമിടയിൽ പടലപ്പിണക്കമുണ്ടായി. ഇതു കണക്കിലെടുത്താണ് 6 മാസം പോലും കാലാവധിയില്ലാത്ത ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസം കൊണ്ടുവന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്തോ അമേരിക്കൻ പ്രസിഡന്റ് പോലെയാണ് ഈ ഭരണത്തെ കൊണ്ടു നടന്നത്. ഒരു ജനങ്ങൾക്ക് വികസനം എവിടെയും എത്തിയിട്ടില്ല. ഇവർ പറയുന്നത് മുതലമട പഞ്ചായത്ത് വലിയ പഞ്ചായത്താണ്. അത് സത്യമാണ്, വലിയ പഞ്ചായത്ത് തന്നെയാണ്. അതിൽ ST ആൾക്കാർ കൂടുതലും ഉള്ള ആൾക്കാർ പറഞ്ഞു അത് സത്യമാണ്. പക്ഷേ STക്ക് വികസനം എൻ്റെ വാർഡിൽ തന്നെ 1 രൂപ പോലും ST ഫണ്ട് ഇവർ ഭരണത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് ST ആൾക്കാർക്ക് ഇവർ വികസനം കൊണ്ട് നടത്തുന്നത്? ഒരു പദ്ധതി രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും മുടക്കാനുള്ള അവസരത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. വളരെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇക്കാരും ധാർഷ്ട്യവും ജനങ്ങളോടായാലും ഉദ്യോഗസ്ഥരോടായാലും വളരെ ധിക്കാരപരമായ പെരുമാറ്റമാണ്. അതുപോലെ തന്നെ പല വികസനങ്ങളും ഇവർ തന്നെ DPCക്ക് പോകാൻ 3 മാസം വൈകിച്ച് ഇവിടെ DPC നടത്താതെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് DPC നടത്തി അംഗീകാരം വാങ്ങിയിട്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ പോയത്. അത് എല്ലാം വേഗിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ 18 ദിവസം ഇവിടെ സമരം ഇരിക്കുക, അങ്ങനെ സ്വയം എന്തൊക്കെയോ ജനങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ പഞ്ചായത്തിനെതിരെ തന്നെ സമരമൊക്കെ നടത്തി വളരെ മോശമായ രീതിയിലുള്ള അവരുടെ പെരുമാറ്റവും ധിക്കാരവും തന്നെയാണ് ഈ അവിശ്വാസം കൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടി. മുതലമട പഞ്ചായത്തിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ വിപ്പ് ലംഘിച്ച 3 കോൺഗ്രസ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ജാസ്മിൻ ഷെയ്ഖ്, അംഗങ്ങളായ C. വിനേഷ്, V. രതീഷ് കുമാർ എന്നിവരെയാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിച്ചത്. വിപ്പ് ലംഘിച്ച പഞ്ചായത്ത് അംഗങ്ങൾക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ മുതലമട സ്വദേശിയും DCC ജനറൽ സെക്രട്ടറിയുമായ P. മാധവന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും DCC പ്രസിഡന്റ് തങ്കപ്പൻ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.